മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീനയെ സ്റ്റാൻലി ജോസഫിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് ബാലചന്ദ്രൻ. ഇതൊന്നും അറിയാതെ അലീന ബാലചന്ദ്രൻ്റെ കൂടെ പോകാൻ പുറപ്പെടുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും കാറിലോട്ട് കയറി ബാലചന്ദ്രനും അലീനയും യാത്ര തുടരുകയാണ്. ആ സമയത്തും അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ എങ്ങോട്ടേക്കാ എന്നെ കൊണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എല്ലാം ഞാൻ മോളോട് പറയാം, നമുക്ക് വണ്ടിയൊന്ന് ഒതുക്കി കുറച്ച് സമയം ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും അലീനയും സംസാരിക്കാൻ വേണ്ടി കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. കാറിൽ നിന്നും ബാലചന്ദ്രൻ ഇറങ്ങിയ ശേഷം അലീനയോട് പറയുന്നുണ്ട്, മോളെ ഇവിടെ നിന്നും പറഞ്ഞേക്കാൻ തീരെ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ മോൾക്ക് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മോളെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നത്. അതും നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കും, എവിടെയാണ് ആ സുരക്ഷിതമായ സ്ഥലം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അത് കുളത്തൂർ പുഴയാണ്. എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് അവരെയൊക്കെ പരിചയമായതെന്ന് പറയുകയാണ്. അപ്പോഴും അലീന ചോദിക്കും, ആരാണ് അച്ഛ, ഒന്ന് പറയാമെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എന്നേക്കാൾ കൂടുതൽ മോൾക്ക് ഏറ്റവും ബന്ധമുള്ള ആളാണെന്ന് പറയാണ്. ഇപ്പോഴും ഇതൊന്നും മനസ്സിലാവാതെ അലീന ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ കൈ തലയിൽ വെച്ചുകൊണ്ട് പറയും, മോള് എന്നും അവിടെ സുഖമായിട്ട് തന്നെയായിരിക്കും ജീവിക്കുക. മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അച്ഛനെ വിളിച്ചാൽ അപ്പോൾ അച്ഛൻ ഓടിയെത്തും എന്ന് പറയുകയാണ്. ഇപ്പം മോൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോലും മോളെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, വേണ്ട അച്ഛ, ആരാണ് എന്താണെങ്കിലും ഞാൻ അവിടെ പിടിച്ചു നിന്നോളാം, എങ്കിലേ മേഡം വീട്ടിലോട്ട് തിരിച്ചു വരികയുള്ളൂ. ഇനി മേഡത്തെ ഒന്നും പറയരുത് അച്ഛ എന്ന് പറയുകയാണ് അലീന. അപ്പോഴും പിന്നെയും അലീന ചോദിക്കുകയാണ്, എവിടെയാണ് അച്ഛ എന്നെ കൊണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയാൾ വലിയ പണക്കാരനാണ്, വലിയ ബംഗ്ലാവും നായ്ക്കളും എല്ലാം ഉണ്ട് ആ വീട്ടിൽ. പണ്ട് അയാൾ ജോലി ചെയ്തിരുന്നത് ആന്ധ്രയിലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, ആന്ധ്രയിലോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഗംഗാധരൻ്റെ കൂടെ ആയിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നു, പട്ടാളത്തിലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അലീന ചോദിക്കും, അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, സ്റ്റാൻലി ജോസഫ് എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. ലാലച്ചൻ എന്നാണ് നാട്ടുകാരും എല്ലാവരും വിളിക്കാറുള്ളത്. അച്ഛൻക്ക് എങ്ങനെയാണ് അയാളുമായിട്ട് ബന്ധം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്കല്ല അയാളുമായിട്ട് ബന്ധം, വൈജയന്തിക്കാണെന്ന് പറയുകയാണ്. ആ സമയത്ത് ഇത് കേട്ട അലീന ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. മേഡത്തിന് എങ്ങനെയാണ് പരിചയം ചോദിക്കുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി പ്രണയിച്ച ആളാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുകയാണ്. ഇത് കേട്ട അലീന നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതായത് മോളുടെ അച്ഛനാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് നെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അലീന. അയാളുടെ കൈകളിലോട്ടാണ് മോളെ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, വേണ്ട അച്ഛ, എനിക്ക് അങ്ങോട്ടേക്ക് പോവണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, വേണ്ട, മോളുടെ അച്ഛൻ്റെ കൂടെയാണ് വളരേണ്ടത് എന്ന് പറയുകയാണ്. അച്ഛൻ്റെ എല്ലാ സ്നേഹവും ലാളനയും എല്ലാം മോൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. അലീന വേണ്ടെന്ന് പറയുമ്പോഴും ബാലചന്ദ്രൻ പറയും, ഞാനത് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, അയാൾക്കറിയാമോ ഞാൻ അയാളുടെ മകളാണെന്നുള്ള സത്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അയാൾക്കറിയാം, അയാളോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. മോളെ സ്വീകരിക്കാം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പറയും, മോള് കാറിലോട്ട് കയറി, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ കാറിൽ കയറുന്ന സമയത്ത് അലീന ചോദിക്കും, അച്ഛ, അയാൾക്കും ഉണ്ടാവില്ലേ കുടുംബങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദേഷ്യത്തിൽ ബാലചന്ദ്രൻ പറയും, അയാൾക്കുണ്ടായിക്കോട്ടെ കുടുംബം, പക്ഷേ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ഏത് അറ്റം വരെയെങ്കിലും പോകും എന്ന് പറയുകയാണ്. മോള് വിഷമിക്കണ്ട, മോൾക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ അച്ഛനെ വിളിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും ബാലചന്ദ്രനും കാറിലോട്ട് കയറുകയാണ്.